ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ചക്കയൊക്കെ തീർന്നു വരുവാണല്ലോ. നല്ല മഴയാണ്, ചക്കയൊക്കെ എല്ലായിടത്തും തീർന്നു വരികയാണ്. അപ്പം നമുക്കൊരു ചക്കപ്പഴം കിട്ടിയിട്ടോ. എന്നാൽ കിട്ടിയ ചക്കപ്പഴം കൊണ്ട് കുറച്ച് ചക്കയുടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇല പറിക്കാൻ വേണ്ടി പറമ്പിൽ കയറി പോയ വഴിക്കൊരു കൂൺ കണ്ടു. കറി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു, തലേന്ന് പറിച്ചാലേ കൊള്ളുള്ളായിരുന്നു. അത് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ഞാൻ അവിടെ ഉപേക്ഷിച്ചു. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു എടനമരം കണ്ടെത്തി. അതിൽ വലിയ കാര്യമായിട്ട് കൊള്ളാവുന്ന ഇലയൊന്നും ഇല്ലായിരുന്നു. അതിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഇലയൊക്കെ അത്തേന്ന് പറിച്ചു. തൊട്ടപ്പുറത്ത് ഞാൻ വേറൊരു എടനമരം കണ്ടെത്തി. അതിൻ്റെ കമ്പിന് വണ്ണം കുറവായിരുന്നു, പക്ഷെ ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെരിച്ചപ്പോഴത്തേക്ക് സാധനം ഒടിഞ്ഞു. പിന്നെ ഒടിഞ്ഞെന്താ പറിക്കാൻ സുഖമായിരുന്നല്ലോ, അപ്പം ഞാൻ അതിൽ നിന്നും പറിച്ചെടുത്തു. അങ്ങനെ ഒടിഞ്ഞ മരത്തിൽ നിന്നും കുറച്ച് ഇലയൊക്കെ പറിച്ചു. ഞാൻ പറിച്ചത്ര ഇലയൊന്നും ആവശ്യമില്ല, അങ്ങനെ കിട്ടിയതല്ലേന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു. അപ്പം ഞാൻ പോണതിന് മുമ്പ് ഞാൻ ചക്ക വെട്ടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ചക്കയിൽ ഓരോ ചുളയിൽ ഒരുക്കി അരിഞ്ഞെടുക്കുക. വരിക്കച്ചക്കയായിരുന്നു. അപ്പോൾ വരിക്കച്ചക്ക നമ്മൾ ചക്ക ഒരുക്കി കുരുവൊക്കെ കളഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്താൽ മതി നല്ലപോലെ. അങ്ങനെ നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ വെട്ടിയ ചക്ക മുഴുവൻ ഓരോന്ന് കുഞ്ഞു ചുളയായിരുന്നു കേട്ടോ, തീരെ കുഞ്ഞു ചുളയായിരുന്നു. ഓരോന്നും കുരുവൊക്കെ കളഞ്ഞ് ചകിരിയൊക്കെ കളഞ്ഞ് ഒരുക്കിയെടുത്തു. അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് അരിഞ്ഞിട്ട് വേണം ചക്കയുടെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ചക്കയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ആദ്യം കുറച്ചെടുത്തു അരയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല. അപ്പം അങ്ങനെ ആദ്യത്തെ അരച്ചുകൊണ്ട് വന്നു, നന്നായിട്ട് അരഞ്ഞിട്ടോ അതരച്ചെടുത്തു. ഇനി ബാക്കിയും കൂടെ ഉള്ളത് അരച്ചെടുക്കാൻ വേണം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചക്ക മുഴുവൻ ഞാൻ ഒറ്റ ട്രിപ്പ് തന്നെ ഇടത്തേക്ക് ഇട്ടു. ഈ ഘട്ടം എല്ലാം കൂടെ അരക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പരിപാടി ഒറ്റയ്ക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഫുള്ളെടുത്തു. അങ്ങനെ അത് ഞാൻ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അരച്ച ചക്കപ്പഴം അത് ആദ്യം എടുത്ത പാത്രം ചെറുതായിരുന്നു, ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. നമ്മൾ എന്തെങ്കിലും തേങ്ങ ഇട്ടു, തേങ്ങ ചിരണ്ടിയതിട്ടു. പിന്നെ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു പാകത്തിന്. പിന്നെ ശർക്കര ചീമ്പിയിടുവാണേ. ശർക്കര ഞാൻ ഉരുക്കി ചേർത്തില്ല, ഞാൻ എളുപ്പ പരിപാടി നോക്കി ശർക്കര ചീമ്പിയിടുകയാണ് ചെയ്തത്. ഉരുക്കി ചേർക്കുകയാണെങ്കിൽ തരിയൊന്നുമില്ലാതെ നല്ലപോലെ ഫൈനായിട്ട് കിട്ടും. അപ്പം ഞാൻ ശർക്കര ചീമ്പിയിടുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ റവ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ റവ ഇട്ടു. അപ്പം നല്ലപോലെ കുഴയ്ക്കുക, എല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പം ആദ്യം ഇട്ട റവ പോരായിരുന്നു. അപ്പം അതിനകത്തേക്ക് ഞാൻ വീണ്ടും കുറച്ച് നെല്ല് കുത്തി അരി പൊടിച്ചത് അരിപ്പൊടി ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. അപ്പം റവയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് കിട്ടുമായതുകൊണ്ട് ഞാൻ നെല്ല് കുത്തിയ അരിപ്പൊടിയും റവയും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇളക്കി നോക്കി കൺസിസ്റ്റൻസി പോരാത്തതുകൊണ്ട് വീണ്ടും അരിപ്പൊടി ഇട്ടു, വീണ്ടും ഇളക്കി. അങ്ങനെ അപ്പം നമ്മൾ ആദ്യം പോയി പറിച്ച ഇടനയുടെ ഇലക്കകത്തേക്ക് കുമ്പിൾ കുത്തി ഇടനയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കയറ്റി വെച്ചു. ഓരോ കുമ്പിളപ്പവും ഞാൻ അങ്ങനെ ഒരുക്കി ഫസ്റ്റ് കുമ്പിളപ്പം ഞാൻ കുത്തിയെടുത്തു കേട്ടോ. അത് ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൻ്റെ മണ്ടിലോട്ട് വെച്ചു. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളത് 2 ദിവസം കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. തലേന്ന് വൈകിട്ടുണ്ടാക്കി പിറ്റേന്ന് വൈകുന്നേരം വരെ കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം കാപ്പിക്കും അത് തന്നെ നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ മഴയൊക്കെ ആയില്ലേ, വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കുക, കഴിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ പണി. അങ്ങനെ ഓരോ ഇലയെടുത്ത് കുമ്പിൾ കൂട്ടി നമ്മൾ ചക്കയുടെ ഉണ്ടാക്കിയാണ്. അപ്പം ഈ ചക്കപ്പഴത്തിന് ഇത്തിരി ചിലപ്പോൾ മധുരം കുറവുള്ള ചക്കയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം ശർക്കരയാണ് ചേർത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി. ചക്കപ്പഴത്തിന് നല്ല മധുരമാണെങ്കിൽ നമ്മൾ ശർക്കര കുറച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ശർക്കര ഇട്ടായിരുന്നു. ആദ്യം വീഡിയോ അതിന് കഴിഞ്ഞ് കുറച്ചൊരു ശകല ശർക്കരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് ഓരോ മാവെല്ലാം ഫുള്ള് ഇല കുമ്പിൾ കൂട്ടി എടുത്തു ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചക്കയുടെയും കട്ടൻ ചായ മഴയത്ത് ആയിക്കൊള്ളാം, സൂപ്പറായിരിക്കില്ല. അങ്ങനെ എല്ലാം എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് ഇഡ്ഡലിപ്പാത്രം തീയൊക്കെ കത്തിച്ച് ഇഡ്ഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് പോയി തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. സാധനമായിട്ട് വെന്ത് വരുന്നേ ഉള്ളൂ.
ലാസ്റ്റ് എടുത്ത് പ്ലേറ്റിനകത്താക്കി ഇലയിൽ നിന്നൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കാം. ചൂടായിരുന്നു കേട്ടോ ഞാൻ എടുത്തപ്പോൾ. കാര്യം പറഞ്ഞാൽ വാങ്ങി വെച്ചിട്ടൊക്കെയാണ് പോയത്, പക്ഷെ എന്നാലും ചൂടുണ്ടായിരുന്നു. കൊള്ളാം, ഞാൻ തന്നെ അംഗീകരിച്ച് കൊള്ളാമെന്ന്. അങ്ങനെ ചക്കയുടെയൊക്കെ ഉണ്ടാക്കി ചൂടോടുകൂടി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.